ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. മോർണിംഗ് തൊട്ട് വ്ളോഗ് എടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഓരോരോ തിരക്ക് കാരണം വ്ളോഗ് എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവിടെ വീട്ടിൽ കുറച്ച് സിന്തറ്റിക് ഗ്രാസ് ഇടേണ്ട ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഗ്രാസൊക്കെ കൊണ്ടിടാമെന്ന് വിചാരിച്ചു. മൂങ്കുട്ടിനും റബേക്കൊക്കെ ഇന്ന് ക്ലാസ് ഉണ്ട്, എക്സാമാണ്. അപ്പോൾ അവരൊക്കെ എക്സാമിന് പോയി. കുറച്ച് കഴിഞ്ഞൊരു ഉച്ച കഴിയുമ്പോഴത്തേനും അവരെ വിളിച്ചിട്ട് വരണം. വൈകിട്ട് 3 മണിക്കാണ് ഹൗസ് വാമിംഗ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അകവശമൊക്കെ. ഞാൻ ഇത്രയും പണി കഴിഞ്ഞിട്ട് ഇന്നാണ് കാണുന്നത്. ആ ഒരു ഏരിയയിലാണ് നമുക്ക് ആ ഗ്രാസ് ഇടാനുള്ളത്. ഞാൻ ഇന്നലെ തൊട്ടേ വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ചാണ് പാചകവും പരിപാടികളൊക്കെ. അപ്പോൾ അവിടെ വെച്ച് കുക്ക് ചെയ്തിട്ട് ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരും. എഴുതാറൊന്നും ആയില്ല. പ്രീ KG-യിലാണ്, 3 വയസ്സല്ലേ ആയുള്ളൂ. ചെരുപ്പുരി ഇട്ട് വിടറി റബേക്ക, ചെരുപ്പുരു മൂങ്ങോട്ടെവിടെ എടി. റബേക്കയുടെ വാഷ് ബേസിൻ റബേക്ക ആദ്യമായിട്ട് വാഷ് ചെയ്യാണ് ഏരിയ. ഇതൊക്കെ നമുക്ക് നീങ്ങില്ല, ഞാൻ എടുക്കട്ടെ. ഇതൊക്കെ റബേക്കയ്ക്ക് മെമ്മറിയാണ്. മെമ്മറി റബേക്ക മെമ്മറി. കൊള്ളാമോ റബേക്ക? അമ്മയെ നോക്കി ചിരി. ഇനി റബേക്കയുടെ ബാത്റൂമിന്റെ ഉദ്ഘാടനമാണ്. റബേക്ക അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഗെറ്റ് റെഡി വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ തീരെ സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഏകദേശം സമയമായിട്ടുണ്ട്, 3 മണി ആവാറായിട്ടുണ്ട്. പപ്പയൊക്കെ നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട്. ചേച്ചിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ആഗ്രഹത്തിനേക്കാൾ കൂടുതൽ ഒരു വീടിന് വേണ്ടിയിട്ട് അവൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ദൈവം അവൾക്ക് നൽകിയ ഒരു മറുപടിയാണ്, അവളുടെ പ്രാർത്ഥനയുടെ ഉത്തരവായിട്ട് നൽകിയതാണ് ഈ വീട്. വീടിന് ഞങ്ങൾ രഹബോത്ത് എന്നാണ് പേരിട്ടിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് പണി കഴിഞ്ഞിട്ടില്ല. ചേട്ടന് നേരത്തെ പോകണമെന്നുള്ളത് കൊണ്ട് ചെയ്ത പണി വെച്ചിട്ട് ഞങ്ങൾ ഹൗസ് വാമിംഗ് നടത്തുന്നതാണ്. ഈ ധന്യമായ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ധാർമ്മികത്വം വഹിക്കുവാൻ ചെയർമാനച്ചും ഇതിൽ സഭയുടെ ശുശ്രൂഷകനായ ജോൺ ജോൺസൺ നമ്മുടെ മധ്യത്തിലുണ്ട്. അച്ഛനെ ഏറ്റവും സന്തോഷത്തോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായ ബന്ധുമിത്രാദികൾ, ഇടവക നിവാസികൾ, അയൽവാസികൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും ആദരവോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥനയും ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. പ്രാരംഭമായി പാഠപുസ്തകത്തിലെ 3-ാമത്തെ ഗീതം പാടി നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. മാതാപിതാക്കൾ സർവലോകാധിപ നമസ്കാരം, സകല സൃഷ്ടികർത്താ ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവിടുന്ന് അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവിടുന്ന് അതിനെ ഉറപ്പിച്ചു. എന്ന പേരുള്ള ഈ ഭവനത്തെ ദൈവനാമബോധത്തിനായിട്ട് പ്രതിഷ്ഠിക്കുകയും ഇതിന്റെ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. ഈ ഭവനത്തിലും ഇതിൽ പാർക്കുന്ന എല്ലാവർക്കും ദൈവീക സമാധാനവും ശാന്തിയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചു വേഷിക്കുന്ന ഏവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആകയാൽ അടിയന്റെ ഗ്രഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. അവിടത്തെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്റെ ദാതാവായിരിക്കുന്ന ദൈവമേ, പിതാവേ, വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾക്ക് ഈ ഭവനത്തിന്റെ മുൻവശത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥനയോടുകൂടെ ഈ പുതിയ Holy Spirit,
തിരുമനസിനെയും അടിയന്റെ ഗ്രഹത്തെയും കുറിച്ച് അരുളി ചെയ്ത വചനത്തെ എന്നേക്കും ഉറപ്പാക്കി അരുളപ്പാട് പോലെ ചെയ്യണമേ. കർത്താവായ യഹോവേ, അവിടുന്നാകുന്നു ദൈവം. നിന്റെ വചനങ്ങൾ സത്യമാകുന്നു. അടിയന് ഈ നന്മയെ വാഗ്ദാനം സ്തോത്രം. യാക്കോബ് പ്രാർത്ഥനയോടെ കിടന്നുറങ്ങിയതായ സ്ഥലത്ത് ദൈവത്തിന്റെ ദൂതഗണങ്ങളാലുള്ള സംരക്ഷണവും തിരുസാന്നിധ്യവും അനുഭവിച്ചതുപോലെ ഈ മുറിയിലെ വിശ്രമം ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവിക ദർശനങ്ങൾ പ്രാപിക്കുവാനും ശാരീരികമായും മാനസികമായും ആത്മീകമായും അധികം വളർച്ച പ്രാപിക്കാനും അവിടെ കൃപയാൽ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തിരുസാന്നിധ്യത്താൽ ഇതിനെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കരുതുന്ന കർത്തനവൻ എത്ര നല്ലവൻ, മതിയായവൻ. എന്നെ കരുതുന്ന കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിരുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ആനന്ദ കൃപ അനുദിനം നിൻ പദം കേൾവിയേ, അനുദിനം നിൻ പദം കേൾവിയേ, അറിയാനും നിൻ കൃപ മതിയേ, അറിയാനും നിൻ കൃപ മതിയേ. സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രാർത്ഥിക്കാം. സർവശക്തനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ പരിശുദ്ധ ദൈവമേ, ഇപ്രകാരം ഞങ്ങൾക്ക് ഈ ഭവനത്തിന്റെ വിശ്രമ മുറിയിലേക്ക് പ്രവേശിക്കാൻ ചെയ്തുവല്ലോ. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മുറിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും പകർന്ന് ഈ മക്കൾക്ക് ഇതിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നൽകുന്ന ദൈവമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു പകൽക്കാലത്തിലെ അധ്വാനം ഈ മുറിയെ വിശദീകരിച്ച് അനുഗ്രഹിച്ച് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ ചിന്തപ്പെട്ട ചുടിയോറ് കൊണ്ട് ഈ മുറിയെ വിശദീകരിക്കണമേ. ചേച്ചി ചിരിച്ചോണ്ട് വാ. ചേച്ചി എനിക്ക് ഐസ്ക്രീം തരില്ല പോടാ വേണ്ട. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇത് വരും അല്ലേ, ലൈറ്റ്. നോ നോ അമ്മൂന് ഇന്ന് ക്ലാസ്സുള്ള ദിവസമായിരുന്നു. അപ്പോൾ അമ്മൂനെ വിളിച്ചിട്ട് വരുന്നതാണ് ചിക്കു. വീഡിയോയിൽ ചില പോർഷൻസൊക്കെ എൻ്റെ ഫോണിൽ എടുത്തതാണ്. അപ്പം കുറച്ച് ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മാക്സിമം വീഡിയോസ് ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ അടുത്തിരിക്കുന്നത് അമ്മയുടെ ചേച്ചിയാണ്. പിന്നെ ബാക്കിയൊക്കെ എൻ്റെ അമ്മയുടെ സൈഡിലുള്ള കസിൻസാണ്.
ഞങ്ങൾ മുന്നെയൊക്കെ ഈ കോവിഡിന് മുന്നെയൊക്കെ വർഷത്തിൽ 1-2 തവണയെങ്കിലും ഒന്നിച്ച് കൂടാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തീരെ നമ്മളങ്ങനെ കാണാറില്ല. എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരുമ്പം മാത്രമേ ഉള്ളൂ ഈ ഒത്തുകൂടലും കാണലും ഒക്കെ. അതിൽ കുറച്ച് പേര് എപ്പോഴും മിസ്സിങ് ആയിരിക്കും. ഇന്നും കുറച്ച് പേരൊക്കെ മിസ്സിങ് ആണ്. ഇവരൊക്കെ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ ഫ്രണ്ട്സാണ്. മോകുട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് പ്രസീത ചേച്ചി. അത് കൊച്ചു പിള്ളേരെയാണ് ഫോട്ടോ എടുത്തോണ്ടാത്ത. അച്ഛമ്മയൊക്കെ ഫോട്ടോ എടുക്കാം. ഒരു പപ്പടം കേട്ടപ്പോൾ അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ലാസ്റ്റ് റൗണ്ട് ഒന്നുകൂടെ ഫുഡ് കഴിക്കുകയാണ്. ചിക്കുവൊക്കെ ഇതാ 2ാമത്തെ തവണ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് പ്രബിനും അരുൺ ചന്ദ്രൊക്കെ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. ഗിഫ്റ്റ് പൊട്ടിക്കാൻ മോൻകുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് കിടന്ന് ഉറങ്ങിയത്. അമ്മ ഒരു ചെയർ എടുത്തോണ്ടിരിക്കുക. അമ്മ നാളെ വന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ചാൽ മതിയോ? ഇന്ന് ഗിഫ്റ്റ് പൊട്ടിച്ചോ? നാളെ വരാം. നാളെ വൈകിട്ട് വരും. ഓ നാളെ 2 പേർക്കും നാളെ. ഓ ഗിഫ്റ്റ് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. മോൻകുട്ടനും പ്രഭയ്ക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞങ്ങളുടേത് പഴയ വീടാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ആദ്യത്തെ ഹൗസ് വാമിങ്ങാണ്. ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാനും പപ്പയും അമ്മയും ചേച്ചിയും വരുമ്പോൾ അവിടുത്തെ ആദ്യത്തെ ഹൗസ് വാമിംഗ് ഒക്കെയാണ്. അപ്പം തുടക്കം തൊട്ട് വീട് വയ്ക്കാൻ തുടങ്ങിയ തൊട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയും എക്സൈറ്റഡും ഒക്കെ ആയിരുന്നു. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ചിക്കുത അവിടെ മോൻകുട്ടന് മുണ്ടും അടുത്തൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ മുണ്ടിന് കുറച്ച് ലെന്ത് കുറവായതുകൊണ്ട് അവന് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളി ദിവസമായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇങ്ങനെ